ഇപ്പം ഒരുപാട് പ്ലേ ബാക്ക് ചേട്ടൻ പാടിയിട്ടുണ്ട്. പക്ഷെ സെല്ലുലോയിഡിലേക്ക് വന്നപ്പം ചേട്ടൻ ആ എനിക്ക് ഒറ്റ പാട്ടുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടനെ അറിയാത്ത ആ ഒരു മനുഷ്യനും ഇല്ല അല്ലേ? ശരിക്കും ശ്രീരാമേട്ടൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ട് കാറ്റേ കാറ്റേ അത് പാടിയിട്ട് അതിലോട്ട് വന്ന കാര്യങ്ങളും കൂടെ ഒന്ന് പറയണം. പാടിയിട്ടേ തമിഴ് ഞങ്ങൾ പാടിയിരുന്നു, തമിഴ് വേർഷൻ. ഓക്കെ, അപ്പൊ തമിഴ് വേർഷൻ പാടാം. മോക്ക് അതിന്റെ അറിയോ വേർഡ്സ്? മലയാളം. ഓക്കെ, ഒന്ന് പാടിക്കൂടെ അച്ഛനോട്? நேற்று என்பது வெறும் கனவு, இன்று என்பது புது நினைவு, சோகம் சுமந்த தோள்களிலே சாய்ந்திட வருதே வெண்ணிலவு, முட்டி முட்டி பால் குடிக்கும் கண்ணுக்குட்டி செல்லங்களும் குட்டி குட்டி பூக்களிலே தொட்டில் கட்டும் தென்றல்களும் காதில் தேன்மொழி சொல்கிறதே காற்றே காற்றே കാറ്റ് കാറ്റ് നീ പൂക്കാ മരത്തിൽ പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിലാകെ തേന്നിറഞ്ഞു, ആകെ തേന്നിറഞ്ഞു. ആറ്റ് നോറ്റ് ഈ കാണാ മരത്തിന് പൂവും കായും വന്നു, മീനത്തി വെയിലിൻ ചൂടിൽ തണു തണി തൂവൽ വീശി നിന്നു, തൂവൽ വീശി നിന്നു, തൂവൽ വീശി നിന്നു, തൂവൽ വീശി നിന്നു. ഇനി അതിലേക്ക് വന്ന വഴി ഒന്ന് പറഞ്ഞുതരാം. വന്ന വഴി എന്ന് പറയുമ്പോൾ ഇതുപോലെ ആദ്യകാലത്ത് ശരിക്കും ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് തന്നെ തരങ്കിണി എന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ദാസാറിൻ്റെ. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഒരുപാട് പാട്ടുകൾ കോറസ് പാടാനും അല്ലെങ്കിൽ അത്യാവശ്യം ട്രാക്ക് പാടാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു 80കളിൽ. അപ്പോൾ അന്ന് പ്രശസ്തരായിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾ ഇങ്ങനെ കോറസോ അല്ലെങ്കിൽ ഒരു ട്രാക്കിൻ്റെ ഒരു അംശം പാടുവാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 90-ന് ശേഷം ആകാശവാണിയിലെ ഉദ്യോഗം കിട്ടിയതോടുകൂടി ഇതെല്ലാം പോയി. പിന്നെ ഈ അത്യാവശ്യം ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള ഈ ഗാനമേളകളും അല്ലെങ്കിൽ മറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോങ്സ് വന്ന് പാടുമായിരുന്നു. അങ്ങനെ ഒരു ഗാനമേളയൊക്കെ പോയി വരുന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ആലോചിച്ചില്ല. 100% ആകാശവാണിക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 2 വർഷം മുമ്പ് ജയചന്ദ്രൻ വിളിച്ചിട്ട് ഇങ്ങനൊരു പാട്ട് പാടുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ശരിക്കും അതിശയമായിരുന്നു. കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ പാട്ട് പാടുന്നത്. ഈ കോളേജിൽ പഠിച്ച് നടക്കുന്ന സമയത്തോ അല്ല അതിന് ശേഷമുള്ള കാലത്തൊന്നും പാടിയിട്ടില്ല. അപ്പോൾ ഒരു 32 വർഷത്തിന് ശേഷമാണ് ഞാനൊരു പാട്ട് പാടുവാൻ പോകുന്നത്. അത് വലിയ ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടായിട്ട് തോന്നി. തീർച്ചയായിട്ടും ജയചന്ദ്രന് ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ കാറ്റേ കാറ്റേ എന്ന് പറയുന്നതിന് മുമ്പ് എം ജയചന്ദ്രൻ എന്നുള്ള പേര് പറയാതെ ഞാൻ പാടാറില്ല. എന്നെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ പോലും ഇവിടെ വന്നിരുന്ന ആനിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് ഈ പാട്ട് കൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പാട്ട് എനിക്ക് തന്നത് മാത്രമല്ല, ഈ സിനിമയിൽ ഈ പാട്ട് എൻ്റെ വോയിസിൽ മതിയെന്ന് അവസാന തീരുമാനമെടുക്കുന്നത് സിനിമയുടെ സംവിധായകനാണ് കമൽ സാർ. അപ്പോൾ കമൽ സാറിനും എൻ്റെ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദിനും പിന്നെ ഇതിനോടൊപ്പം നിന്ന ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത് തന്നെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അറിയുന്നില്ല, പിന്നീട് അറിയുന്നത് കാര്യങ്ങൾ. ഈ വോയിസ് തന്നെ നമുക്ക് വയ്ക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പോൾ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാട്ട് എവിടെയും അവതരിപ്പിക്കാറുള്ളൂ. ചേട്ടാ, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ. ആകാശവാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാടാണ് ശ്രോതാക്കൾ ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ റേഡിയോ ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റേഡിയോ നാടകങ്ങളോ അല്ലെങ്കിൽ പാട്ടോ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ഇതാര് പാടുന്നു അല്ലെങ്കിൽ ആരഭിനയിക്കുന്നു ഈ രൂപം നമുക്കറിയില്ല. നമ്മുടെ ചിന്തയിലാണ് ഇപ്പം നമ്മൾ 4 പേര് റേഡിയോ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ക്യാരക്ടറായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഭീമൻ അല്ലെങ്കിൽ രാവണനായിട്ട് വന്ന് അഭിനയിക്കുന്ന ഒരാൾ
നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കണ്ട ഒരു തടിച്ച അല്ലെങ്കിൽ വലിയൊരു മീശക്കാരൻ ഒരാളുടെ രൂപമായിരിക്കും ഈ രാവണനായിട്ട് നമ്മളെ മാറ്റിയെടുക്കുന്നത്. ഇതാണ് നമ്മളെപ്പോഴും നമ്മളെ നിലനിർത്തുന്നത്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പോയി, കാണുന്നില്ല. ശബ്ദത്തിലൂടെയാണ് നമ്മളെല്ലാം ഇമാജിൻ ചെയ്യുന്നത്. അതാണ് റേഡിയോ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ അന്ന് വാർത്ത വായിക്കുന്നത് ആരാണ്, എല്ലാവർക്കും കാണാൻ കൗതുകമാണ്. ആരാണ് വായിക്കുന്നത്, എങ്ങനെ ഇരിക്കും, ശബ്ദം വെച്ച് നമ്മളൊരു രൂപം ഉണ്ടാക്കുകയാണ്. സത്യം. അതുപോലെ തന്നെ ഇപ്പം നാടകത്തിൽ ഈ ടി പി രാധാമണി ചേച്ചി, ഞാൻ ഈ പറഞ്ഞ നന്ദകുമാറിൻ്റെ അമ്മ, പി ഗംഗാധരൻ നായർ സാർ, ഇവരൊക്കെ 100 നാടകങ്ങളാണ് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ക്യാരക്ടേഴ്സ്. ഈ രാധാമണി ചേച്ചിയെ കാണാനായിട്ട് ഇതാരാണ്, ഇത്ര നല്ല ശബ്ദമെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദമാണ് ചേച്ചിയുടെ ഇപ്പോൾ പോലും. അപ്പോൾ ഈ കാമുകിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ശ്രോതാക്കൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇതാരാണെന്ന് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ റേഡിയോയിലൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരുപാട് വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളും ആദ്യം മുതലേ ഇന്നും കൊടുക്കുന്നുണ്ട്. അതാണ് റേഡിയോ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ചേട്ടാ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നറിയോ, ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാരക്ടർ അറിയാം, നമ്മൾ ഇന്നതാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. സപ്പോസ് ഇപ്പോൾ ഒരു ഭീമന്റെ വേഷമാണെങ്കിൽ നമ്മൾ ആ അപ്പിയറൻസിൽ തന്നെ നമ്മൾ ഭീമനാവും. അപ്പോൾ നാച്ചുറലി നമ്മുടെ ക്യാരക്ടർ ആയി മാറുകയാണ്. പക്ഷെ റേഡിയോയിൽ അങ്ങനെ അല്ലല്ലോ. അവിടെ നമ്മള് മേക്കപ്പോ ഒന്നുമില്ല, ശബ്ദത്തിൽ കൂടിയാണ് നമ്മൾ ആ ക്യാരക്ടറായി മാറുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യും, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും? അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് വേദിയിൽ അഭിനയിക്കുന്ന ഒരു നടൻ ഒരു പക്ഷേ റേഡിയോയിലെ നാടകത്തിൽ സക്സസ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാവണമെന്നില്ല. വേദിയിൽ പാടുന്ന വേറൊരു തരത്തിലാണ്. റേഡിയോയിൽ വന്ന് പാടുമ്പോൾ മിക്കവാറും പാട്ടുകാർക്ക് പോലും ഒരു ഭയമാണ് പാടുമ്പോൾ. പിന്നെ അതിനകത്ത് മിക്സിങ്ങോ പരിപാടികളോ ഒന്നുമില്ല. എങ്ങനെ പാടുന്നോ അത്, അല്ലെങ്കിൽ എങ്ങനെ പറയുന്നോ അത് പച്ചയ്ക്ക് കേൾപ്പിക്കുകയാണ്. അതിനകത്ത് ഈ എന്താണ് നെയ്യോ വെണ്ണയോ പ്രത്യേക പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല ടാലൻ്റ് ഉള്ളവർക്ക് റേഡിയോയിലൂടെ ഒന്ന് നമ്മളൊന്ന് പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. ഇപ്പത്തെ FM-ആയിട്ടും റേഡിയോ ജോക്കീസും തമ്മിലൊക്കെ നോക്കുകയാണെങ്കിൽ ചേട്ടൻ എന്നാ പറയുന്നത്? അല്ല, കാലം മാറിയ ലാംഗ്വേജ് ഞാൻ പറഞ്ഞില്ല. അത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ഇപ്പം ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി നിലനിൽക്കുന്നത് നമ്മുടെ പാരമ്പര്യം കൂടെ കാത്തു സൂക്ഷിക്കാനൊരു ബാധ്യതയുണ്ട് ആകാശവാണിക്ക്. നമ്മുടെ എന്താണ് ഭാരതീയ സംസ്കാരം അതുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ബാധ്യത ആകാശവാണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴും അതുണ്ട്. ഇപ്പം പ്രിൻ്റ് മാധ്യമങ്ങളുണ്ട്, അത് നമുക്ക് എഴുതി കാണിക്കാനേ പറ്റൂ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ മഞ്ജീര ശിഞ്ചിതം എന്നൊക്കെ ഉള്ള വാക്കുകൾ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഭാഷ ശരിക്കും നിലനിർത്താൻ ആകാശവാണിക്ക് ഒരു ബാധ്യതയുണ്ട്.